Economy. City drive mode activated. AC off. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റൂം ഹെഡ് മലയാളം. ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഇന്ത്യയിൽ ഇന്ന് വിറ്റുവരുന്നതിൽ വെച്ച് ഏറ്റവും സേഫ് ആയ പ്രീമിയം ഹാച്ച്ബാക്ക് ആണ്. ഗ്ലോബൽ എൻക്യാപ് നടത്തിയ ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗോടെ പാസ്സായ നമ്മുടെ സ്വന്തം ടാറ്റ അൾട്രോസ്. 2019 ടാറ്റ അൾട്രോസിനെ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തത്. നമ്മൾ ആ ഇടയ്ക്ക് തന്നെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു ക്വിക്ക് റിവ്യൂ വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം എന്നാൽ അന്ന് നമ്മൾ ഓടിച്ചത് ഏതാണ്ട് 5-6 കിലോമീറ്റർ മാത്രം ഓടിച്ചിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തത്. അതിനുശേഷം ഇപ്പോഴാണ് വാഹനം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്യാനായിട്ട് ടാറ്റ മോട്ടോഴ്സ് നമുക്ക് തന്നിരിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 500-ലേറെ കിലോമീറ്ററുകൾ ഞാൻ ഈ വാഹനം ഓടിക്കുകയുണ്ടായി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്താൻ പോകുന്നത്. റൂം ഹെഡിലേക്ക് ഒരിക്കലും ഒരു സ്വാഗതം. ഓട്ടോ എക്സ്പോയിൽ ടാറ്റയുടെ പവലിയനിൽ 2 തകർപ്പൻ കോൺസെപ്റ്റ് വാഹനങ്ങളുണ്ടായിരുന്നു. H5X-ഉം 45X-ഉം. H5X എന്നുള്ളത് ഒരു SUV കോൺസെപ്റ്റ് ആയിരുന്നെങ്കിൽ 45X ഒരു ഹാച്ച്ബാക്ക് ആയിരുന്നു. H5X-ഉം 45X-ഉം ഇവയുടെ ഡിസൈൻ മികവ് കൊണ്ട് തന്നെ വളരെയധികം ജനശ്രദ്ധ അന്ന് നേടുകയുണ്ടായി. പിൽക്കാലത്ത് H5X ആണ് ഹാരിയർ എന്ന പേരിൽ പ്രൊഡക്ഷനിലെത്തിയത്. 45X-ന്റെ പ്രൊഡക്ഷൻ മോഡലാണ് ടാറ്റ അൾട്രോസ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം 45X-ഉമായി കാര്യമായ വ്യത്യാസങ്ങളോ ഭാവമാറ്റങ്ങളോ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം അൾട്രോസ് പ്രൊഡക്ഷൻ മോഡലിന്. അതുകൊണ്ട് തന്നെ കൺസെപ്റ്റിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വാഹനമാണ് ടാറ്റ അൾട്രോസ് എന്ന് പറയാം. കൺസെപ്റ്റിൻ്റെതായി ഉണ്ടായിരുന്ന ആ ഡിസൈൻ മികവുകളും കാര്യങ്ങളും എല്ലാം ഈ വാഹനത്തിൽ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിതിൻ്റെ ഡിസൈനാണ് ആദ്യം പറയേണ്ടത്. വലിയ സ്റ്റൈലിഷായ ഹെഡ് ലാമ്പുകൾ, വലിയ മുൻ ഗ്രില്ല്, അതുപോലെ തന്നെ താഴെ ബമ്പർ, സ്കൾപ്റ്റഡ് ആയിട്ടുള്ള ബമ്പറിൽ എയർ ഡാമും മറ്റും, അതുപോലെ തന്നെ ബോണറ്റിലാണെങ്കിലും ക്യാരക്ടർ ലൈനുകൾ, ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ഡിസൈൻ എലമെൻ്റായി പറയാവുന്നത്. വളരെ സ്റ്റൈലിഷ് ആണെന്ന് തന്നെ പറയാം. എന്നാൽ ഈ ഒരു ഫ്രണ്ടിലെ ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഹെഡ്ലാമ്പിൻ്റെ അറ്റത്ത് നിന്ന് തുടങ്ങി ഗ്രില്ലിൽ കൂടി അടുത്ത ഹെഡ്ലാമ്പിന് അറ്റത്ത് പോയി അവസാനിക്കുന്ന ഒരു പിയാനോ ബ്ലാക്കിൻ്റെ സ്ട്രിപ്പ്. ഇത് വളരെയധികം എടുത്തു നിൽക്കുന്ന ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അൾട്രോസിനെ സംബന്ധിച്ച്. ഒരു ക്ലാസിക് ഹാച്ച്ബാക്ക് പ്രൊപ്പോർഷൻസ് ആണ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. ഈ വാഹനത്തിൻ്റെ സൈഡിലും ഒത്തിരി അധികം ലൈനുകളും ബോഡി ലൈനുകളും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തമായൊരു ക്യാരക്ടർ ഈ ഒരു സൈഡ് പോർഷനിലും അൾട്രോസിനുണ്ട്. പ്രധാനമായി എടുത്തു പറയാവുന്ന ഡിസൈൻ എലമെൻ്റ് ഇതാ ഈ കാണുന്ന ബ്ലാക്കിൻ്റെ ഫിനിഷാണ്. ഇത് സാധാരണ വാഹനങ്ങളിൽ ക്രോം വരുന്ന സ്ഥലത്ത് ഈ വാഹനത്തിലുള്ള ബ്ലാക്ക് ട്രീറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ വിങ് മിററുകളും ബ്ലാക്ക് ഡോട്ടാണ്, റൂഫിലും ബ്ലാക്ക് തന്നെയാണ്. സോ ഈ ബ്ലാക്കിൻ്റെ ഒരു ഉപയോഗം വളരെയധികം ഒരു എടുത്തു നിൽക്കുന്ന സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അൾട്രോസിൽ നിൽക്കുന്നുണ്ട്. ഈ അലോയ് വീലിൻ്റെ ഡിസൈൻ ആണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ അലോയ് വീൽസ് ആണ്. ഇതൊരു 4 ഡ്യുവൽ സ്പോക്കാണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വീൽസ് തന്നെയാണ്. ഇത് 16 ഇഞ്ച് വീലുകളാണ് ഈ വാഹനത്തിനുള്ളത്. എന്നാൽ 17 ഇഞ്ച് ഇടാൻ പോലും പാകത്തിനാണ് ഇതിൻ്റെ വീൽ വെല്ല് വരുന്നത്. അതായത് വേണമെങ്കിൽ നമുക്ക് അപ്സൈസ് ചെയ്തിട്ട് 17 ഇഞ്ചസ് ആക്കി മാറ്റാം. അൾട്രോസിൻ്റെ വശക്കാഴ്ചയിൽ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റായി നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ സി പില്ലറിലുള്ള ഡോർ ഹാൻഡിൽ. നമ്മൾ ഷെവർലെ ബീറ്റ് അതുപോലെ പുതിയ സ്വിഫ്റ്റ് പോലുള്ള വാഹനങ്ങൾ കണ്ടുവന്ന അതേ രീതിയിലാണ് ഈ വാഹനത്തിലും സി പില്ലറിലാണ് ഡോർ ഹാൻഡിൽ വെച്ചിരിക്കുന്നത്. അത് വളരെ നീറ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഡോറുകളെ പറ്റി പറയാനും ഒരു പ്രത്യേകതയുണ്ട് ഈ വാഹനത്തിന്. അതായത് ഈ വാഹനത്തിനുള്ളത് 4 ഡോറുകളും 90 ഡിഗ്രി ഓപ്പണിംഗ് ആണ്, വൈഡ് ഓപ്പണിംഗ് ഡോറാണ്. ഇങ്ങനെ നമുക്ക് 90 ഡിഗ്രി ആംഗിളിൽ ഈ വാഹനത്തിൻ്റെ ഡോറുകൾ തുറക്കാനാവും. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും വളരെ സിമ്പിളാണ്. വളരെ സ്റ്റൈലിഷായ ഒതുക്കം തോന്നിക്കുന്ന പിൻഭാഗമാണ് അൾട്രോസിനുള്ളത്. പിൻഭാഗത്തിൻ്റെ രൂപകൽപ്പനയിൽ പലയിടങ്ങളിലും കറുപ്പ് നിറം കാണാം. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ സ്പോയിലർ പോലുള്ള ഭാഗമുണ്ട്, അവിടെയും കറുപ്പ് തന്നെയാണുള്ളത്. അതുപോലെ തന്നെ ടെയിൽ ലാമ്പിൽ വരെ കറുപ്പിൻ്റെ സാന്നിധ്യമുണ്ട്. തന്നെയല്ല ഒരു വളരെ സ്കൾപ്റ്റഡ് ആയിട്ടുള്ളൊരു ടെയിൽ ഗേറ്റ് ആണുള്ളത്. അതിൽ അൾട്രോസ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു ലെറ്ററിംഗ് ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം. 345 ലിറ്ററോളമാണ് അൾട്രോസിൻ്റെ ബൂട്ട് സ്പേസ്. ഇത്രയും വലിയൊരു ബൂട്ട് സ്പേസ് വരാൻ പ്രധാനമായ കാരണം എന്ന് വെച്ചാൽ ഈ പിൻ സീറ്റ് അല്പം വെർട്ടിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ ആംഗിളാണ് പിൻ സീറ്റിനുള്ളത്. അതായത് കുറച്ച് നിവർന്നിരിക്കുന്ന പോലെയാണ് പിൻ സീറ്റിൽ ഇരിക്കേണ്ടി വരിക. അതുകൊണ്ടാണ് ഈ ഒരു 345 ലിറ്ററോളം ബൂട്ട് സ്പേസ് ഈ വാഹനത്തിന് കിട്ടിയത്.
ബൂട്ടിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ലോഡിംഗ് ലിപ്പ് അല്പം പൊങ്ങിയിട്ടാണുള്ളതെന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരമുള്ള വസ്തുക്കൾ കയറ്റുമ്പോഴും മറ്റും അല്പം ഒരു അസൗകര്യം ഉണ്ടാവുന്നുണ്ടെന്നത് സത്യമാണ്. ഇനി നമുക്ക് അൾട്രോസിൻ്റെ എഞ്ചിനെ പരിചയപ്പെടാം. രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളാണ് ടാറ്റ അൾട്രോസിനുള്ളത്, ഒരു പെട്രോളും ഒരു ഡീസലും. പെട്രോൾ 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ഇത് ശരിക്കും ടിയാഗോയിൽ കണ്ട അതേ എഞ്ചിൻ തന്നെയാണ്. അതുപോലെ ഡീസൽ 1.5 ലിറ്റർ റെവോട്ടോക് സീരീസിൽ പെടുന്ന ഡീസൽ എഞ്ചിനാണ്. ഇത് ശരിക്കും നെക്സോണിൽ കണ്ട അതേ ഡീസൽ എഞ്ചിൻ തന്നെയാണ്. എന്നാൽ നെക്സോണിൽ 110 HP പവർ ഉണ്ടായിരുന്നു ഈ ഒരു എഞ്ചിന്. എന്നാൽ അൾട്രോസിൽ എത്തുമ്പോൾ അത് ഡീറ്റ്യൂൺ ചെയ്ത് 90 HP പവറും 200 Nm ടോർക്കുമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണമായി പറയാവുന്നത് അൾട്രോസിനുള്ളത് ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഗിയർ ബോക്സിൻ്റെ ടോർക്ക് റേറ്റിംഗുമായി ഒത്തുപോകാൻ വേണ്ടിയാണ് ഈ ഒരു ഡീറ്റ്യൂണിങ് സംഭവിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അൾട്രോസിൻ്റെ ഉൾഭാഗത്തേക്ക് വരാം. ആദ്യമേ പറയേണ്ടത് ഈ വാഹനത്തിലുള്ള സ്പേസും അതിൻ്റെ മാനേജ്മെൻറ്റുമാണ്. ടാറ്റ അൾട്രോസ് ഉണ്ടാക്കിയിരിക്കുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ ആൽഫ ആർക്കിടെക്ചറിലാണ്. ആൽഫ ആർക്കിടെക്ചറിൽ പുറത്തിറങ്ങുന്ന ആദ്യത്തെ വാഹനം കൂടിയാണിത്. ആൽഫ ആർക്കിടെക്ചർ എന്നുള്ളത് ഒരു മോഡുലാർ പ്ലാറ്റ്ഫോമാണ്. അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ 4 മീറ്ററിൽ താഴെ നീളമുള്ള, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ 3.7 മീറ്ററിനും 4.3 മീറ്ററിനും ഇടയിൽ നീളം വരുന്ന ഏത് ബോഡി സ്റ്റൈലുള്ള വാഹനങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കാം. അതായത് ഇതേ പ്ലാറ്റ്ഫോമിൽ ഇനി വരും കാലങ്ങളിൽ ഒരുപക്ഷെ SUV-കൾ വന്നേക്കാം, MPV-കൾ വന്നേക്കാം, സെഡാനുകളും വന്നേക്കാം. അങ്ങനെയുള്ളൊരു മോഡുലാർ, ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മോഡുലാർ പ്ലാറ്റ്ഫോമാണ് ആൽഫ ആർക്ക്. അപ്പോൾ ആൽഫ ആർക്കിടെക്ചറിൻ്റെ പല ഗുണങ്ങളും ഈ വാഹനത്തിൻ്റെ ഉൾഭാഗത്ത് പ്രതിഫലിക്കുന്നുണ്ട്. ആദ്യമേ പറയേണ്ടത് ഈ വാഹനത്തിലുള്ള സ്പേസാണ്. വളരെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഈ വാഹനത്തിനകത്ത് കയറുമ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ നീളം 4 മീറ്ററിൽ താഴെയാണെന്നിരിക്കെയാണ് ഈ പറയുന്ന സ്പേസ് എന്നുകൂടി ഓർക്കണം. സോ അകത്തേക്ക് കയറുമ്പോൾ കിട്ടുന്ന ഒരു പ്രീമിയം ഫീലാണ്. എന്നാൽ നമ്മൾ പുറത്ത് കണ്ട അത്രയും ഒരു വാവ് ഫാക്ടർ ഒന്നും ഉൾഭാഗത്തിൻ്റെ ഡിസൈനിൽ കാണാനില്ല. വളരെ ഒരു മാന്യമാണ്, എന്നാൽ മനോഹരമാണ്. ആ ഒരു രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ ഉൾഭാഗം ഡിസൈൻ ചെയ്തേക്കുന്നത്. പ്രധാനമായും പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ട്. പ്രധാനമായിട്ടും പറയേണ്ടത് ഈ ഒരു വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇതൊരു 7 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനുള്ളത്. ഇതിൽ ഹാർമൻ്റെ ഓഡിയോ, വളരെ ക്വാളിറ്റിയുള്ള ഹാർമൻ്റെ ഓഡിയോ സിസ്റ്റം കൂടിയുണ്ട്. ഒരു പക്ഷേ ഈ വിഭാഗത്തിലെ ഏറ്റവും നല്ല സൗണ്ട് ക്വാളിറ്റി സമ്മാനിക്കുന്ന ഓഡിയോ സിസ്റ്റങ്ങളിൽ ഒന്നാണ് ഈ ഒരു ആൾട്രോസിൻ്റേത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിങ്ങനെ ഇന്നത്തെ കാലത്ത് വേണ്ട എല്ലാ കണക്ടിവിറ്റി സംവിധാനങ്ങളുമുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണിത്. എന്നാൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മയായി പറയാവുന്നത് ഇതിലൊരു ഇൻബിൽറ്റ് ആയിട്ടുള്ള നാവിഗേഷൻ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ആപ്പിൾ കാർപ്ലേ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉള്ളതുകൊണ്ട് തന്നെ ആപ്പിൾ കാർപ്ലേ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള നാവിഗേഷൻ നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്നുണ്ട്. അതുകൊണ്ട് അതൊരു പോരായ്മയായി പറയാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ഒരു AC-യുടെ ഡിസ്പ്ലേയും ഈ ഒരു സ്ക്രീനിൽ തന്നെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിനൊരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്പ്ലേ ഈ ഒരു സ്ക്രീനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഡിജിറ്റലായും അല്ലെങ്കിൽ ഫിസിക്കലായും അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡിസ്പ്ലേ അഥവാ ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേയെ പറ്റി പറയാവുന്നത്. ആൾട്രോസിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായ അല്ലെങ്കിൽ ഏറ്റവും സൗകര്യപ്രദമായി തോന്നിയത് ഈ കാണുന്നതാണ്. ഇത് ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ കൺട്രോളുകളാണ്. ഇന്ന് പല വാഹനങ്ങളിലും മിസ്സായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഫിസിക്കൽ കൺട്രോളുകൾ. ഇത് തീർച്ചയായും അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു 4, 5, 6 സ്വിച്ചിലൂടെയും 2 റോട്ടറി നോബിലൂടെയും നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ സൗകര്യപ്രദമായ, വളരെ ഡ്രൈവർ ഓറിയൻറ്റഡ് ആയ, ഡ്രൈവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിനുള്ളതെന്ന് പറയാം. എന്നാൽ ഈ സ്വിച്ചുകളും മറ്റ് ടാറ്റ വാഹനങ്ങളിൽ നിന്നും കടം കൊണ്ടതാണ്. ആൾട്രോസിൻ്റെ ഉൾഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ക്വാളിറ്റിയും മറ്റും വളരെയധികം മികച്ചതാണെന്ന് പറയാം. ടോപ്പ് നോച്ചായ ക്വാളിറ്റിയാണ് ഈ ഒരു പ്ലാസ്റ്റിക്കുകൾക്കും മറ്റുമുള്ളത്. ചീപ്പാണെന്ന് ഒരു ഫീലിംഗ് നമുക്ക് വരുന്നില്ല. ഇപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കുകളാണെങ്കിൽ ടെക്സ്ചേർഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളാണ്. അതുകൊണ്ട് തന്നെ കാണാൻ വളരെ രസമുള്ള ഒരു ഡിസൈനാണ് ഇതിനുള്ളത്. പിന്നെ താഴേക്ക് വന്നാൽ ഈ ഒരു ഗ്ലൗ ബോക്സിന് പോലും ഒരു വളരെ പ്രീമിയം ടച്ച് ഉണ്ട്. കണ്ടില്ല, ആ ഒരു പതിയെ ഓപ്പൺ ചെയ്ത് വരുന്ന, അതൊക്കെ വളരെ ഒരു പ്രീമിയം ബിറ്റ്സായിട്ട് പറയാവുന്ന കാര്യമാണ്. സോ അതുപോലെ തന്നെ നമ്മുടെ സീറ്റിൻ്റെ ഫാബ്രിക് ആയാലും വളരെയധികം നിലവാരമുള്ള ഫാബ്രിക്കുകളാണുള്ളത്. അതുപോലെ തന്നെ അതേ ഫാബ്രിക്കുകളാണ് ഡോർ പാഡിലും മറ്റുള്ളത്. മൊത്തത്തിൽ ഫിറ്റും ഫിനിഷും പ്ലാസ്റ്റിക് ക്വാളിറ്റിയും ഒക്കെ ടോപ്പ് നോച്ചാണെന്ന് പറയാം. ആൾട്രോസിൻ്റെ പ്രീമിയം അപ്പീൽ വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ ഒരു സെൻട്രൽ കൺസോളിലുള്ള ആംബിയൻ ലൈറ്റിംഗ്. ഇതൊരു ടർക്കിസ് നിറത്തിലുള്ള ഒരു ആംബിയൻ ലൈറ്റ് ഈ വാഹനത്തിനുണ്ട്. പക്ഷേ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻറ്റൻസിറ്റി വേരി ചെയ്യാനാവും. അത് ഈ ഒരു ഡിജിറ്റൽ സ്ക്രീനിലൂടെ നമുക്ക് ചെയ്യാനാവും. സോ അതും ഈ രാത്രിയിലുള്ള ഈ വാഹനത്തിനകത്തെ ഒരു എക്സ്പീരിയൻസും വളരെയധികം എൻഹാൻസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ആംബിയൻ ലൈറ്റിംഗ് സിസ്റ്റം.
കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്നത്തെ കാലത്ത് ഈ ഭാഗത്തിലെ മറ്റ് പല വാഹനങ്ങളിലുമുള്ള ചില കാര്യങ്ങൾ ആൾട്രോസിന് ലഭിച്ചിട്ടില്ല. ഉദാഹരണമായി പറയുകയാണെങ്കിൽ വയർലെസ് ചാർജർ, അതുപോലെ തന്നെ സൺറൂഫ്. ഈ രണ്ട് കാര്യങ്ങളും ഈ വിഭാഗത്തിലെ മറ്റ് പലർക്കും ഇന്ന് ഉള്ള കാര്യങ്ങളാണ്. എന്നാൽ ആ രണ്ട് ഫീച്ചറുകളും ടാറ്റ ആൾട്രോസിന് എന്തുകൊണ്ടോ ലഭിച്ചിട്ടില്ല. ആൾട്രോസിനുള്ളത് ഒരു ലെതറിൽ പൊതിഞ്ഞ വളരെ പിടിക്കാൻ സുഖമുള്ള നല്ല ഗ്രിപ്പ് ചെയ്യുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനും കാര്യങ്ങളും വളരെയധികം അട്രാക്റ്റീവ് ആണെന്ന് പറയാം. ഇതിൽ തന്നെ ഒത്തിരി അധികം ബട്ടൺസ് കാണാനാവും. അത് പ്രധാനമായും ടെലിഫോണിയുടെയും മ്യൂസിക് സിസ്റ്റത്തിൻ്റെയും കൺട്രോളുകളും അതുപോലെ തന്നെ ക്രൂസ് കൺട്രോളിൻ്റെ നിയന്ത്രണങ്ങളുമാണ്. അതുപോലെ തന്നെ ഇതൊരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. അത് ഈ ഒരു പ്രീമിയം ക്യാരക്ടറും അതുപോലെ ഡ്രൈവർക്കുള്ള ആ ഒരു സുഖവും ഒക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ഹോണിൻ്റെ സ്വിച്ചിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. സാധാരണ നമുക്കറിയാം ഇന്നത്തെ കാലത്തെ വാഹനങ്ങളിൽ മിക്കതിനും ഒരു 90% വാഹനങ്ങൾക്കും ഉള്ളത് നടുവിൽ പ്രസ് ചെയ്ത് ഹോൺ അടിക്കുന്ന രീതിയാണ്, അതായത് ഇങ്ങനെ. എന്നാൽ ആൾട്രോസിലെത്തിയപ്പോൾ ടാറ്റ ഒരു വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നത് ഇവിടെ ഈ ഒരു തുഞ്ചത്ത്, അതായത് പണ്ടത്തെ വാഹനങ്ങൾ കണ്ടുവന്നിരുന്ന പോലെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ പിടിക്കുന്ന ഭാഗത്തോട് ചേർന്ന് ഹോണിൻ്റെ സ്വിച്ച് നൽകി. അതായത് കണ്ടോ, ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെയധികം സൗകര്യപ്രദമായി തോന്നിയ ഒരു കാര്യമാണ്. കാരണം ഇന്ന് പല വാഹനങ്ങളും ഇല്ലാത്ത ഒരു കാര്യം കൂടിയാണത്. ഒരു ഡിജി അനലോഗ് ഡിസൈനാണ് ആൾട്രോസിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനുള്ളത്. അതായത് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയും അനലോഗ് സ്പീഡോമീറ്ററും അടങ്ങുന്ന ഒരു ക്ലസ്റ്ററാണിതെന്ന് സാരം. സോ ഇതിൻ്റെ സ്പീഡോമീറ്റർ മാത്രമാണ് അനലോഗ് ആയിട്ടുള്ളത്. ഡിജിറ്റൽ ഡിസ്പ്ലേയിലാണ് ബാക്കിയുള്ള വിവരങ്ങളെല്ലാം ലഭ്യമാകുന്നത്. ഇതൊരു വലിയ 7 ഇഞ്ച് സ്ക്രീനാണ്, ഡിസ്പ്ലേ സ്ക്രീനാണ്. ഡിജിറ്റലായ ടാക്കോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഡിസ്റ്റൻസ് ടു എംറ്റി, ആവറേജ് മൈലേജ്, ട്രിപ്പ് മീറ്റർ, ഓഡോമീറ്റർ, അങ്ങനെ പലതരം വിവരങ്ങൾ ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് ലഭ്യമാകും. കൂടാതെ നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാക്ക് അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ സ്റ്റേഷൻ, അതുപോലെ വിളിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരെയാണ് വിളിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നിന്നും സ്ക്രീനിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന ആവശ്യ വിവരങ്ങളെല്ലാം തന്നെ ഈ ഒരു ഡിസ്പ്ലേയിലും ലഭ്യമാകും. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണെടുത്ത് ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ വരെ പോകേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവർക്കുള്ള ഡിസ്ട്രാക്ഷൻ കുറയുകയും ചെയ്യുന്നു. ഇവയ്ക്കൊക്കെ പുറമെ മറ്റു വാഹനങ്ങളിൽ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം കൂടി ആൾട്രോസിനുണ്ട്. പവറിൻ്റെയും ടോർക്കിൻ്റെയും ഗേജ്. അതായത് ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര ശതമാനം എത്ര പവർ ഉപയോഗിക്കപ്പെടുന്നു, എത്ര ടോർക്ക് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ആവറേജ് മോണിറ്ററിങ്. അത് എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് തോന്നി. പിന്നെ ഈ വാഹനത്തിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങൾ നോക്കുകയാണെങ്കിൽ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ ഇതിനുള്ളിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വലിയ മൊബൈലും മറ്റും വെക്കാനായിട്ട് വലിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡ് റെസ്റ്റിന് താഴെ വളരെ ഇടുങ്ങിയ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഡോർ പോക്കറ്റുകളിലും മറ്റും 2 ബോട്ടിലുകൾ സുഖമായിട്ടിരിക്കുന്ന തരം ഡോർ പോക്കറ്റുകളാണുള്ളത്. സോ ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു സൺ ഗ്ലാസ് ഹോൾഡറുണ്ട്. പിന്നെ നല്ല സ്പേഷ്യസ് ആയ ഒരു ഗ്ലൗ ബോക്സും ഉണ്ട്. ഗ്ലൗ ബോക്സിൽ തന്നെ 2-3 പാർട്ടീഷനായിട്ട് പല അറകളായിട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും വളരെ പ്രാക്ടിക്കലായിട്ടൊരു കാര്യമായിട്ട് തോന്നി. ഇതിനൊക്കെ പുറമെ പ്രീമിയം കാറുകളിലേതുപോലെ ഒരു അംബ്രല്ല ഹോൾഡറും ടാറ്റ ആൾട്രോസിൽ നൽകിയിട്ടുണ്ട്. ആൾട്രോസിൻ്റെ സീറ്റുകളെ പറ്റി പറയുമ്പോൾ ഫ്രണ്ടിലെ സീറ്റുകൾക്ക്, അതായത് കോ ഡ്രൈവറിൻ്റെയും ഡ്രൈവറിൻ്റെയും സീറ്റുകൾക്ക് അത്യാവശ്യം നല്ല ബോൾസ്റ്ററിങ് ഉണ്ട്. ഈ ഒരു കൈ വയ്ക്കുന്ന മുതുകിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ബോൾസ്റ്ററിങ് ഉണ്ട്. എന്നാൽ തൈ സപ്പോർട്ട് അല്പം കുറവാണ്. അത് പല സാഹചര്യങ്ങളിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും അത് ഒഴിച്ചു നിർത്തിയാൽ സീറ്റുകളുടെ ആകെ ക്വാളിറ്റിയും മറ്റും നല്ലതാണെന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല ബ്രോഡായിട്ടുള്ള സീറ്റുകളാണ്. ഒരുമാതിരിപ്പെട്ട ശരീരപ്രകൃതിയുള്ള എല്ലാവർക്കും വളരെ പ്രായോഗികമായ ഒരു സീറ്റ് തന്നെയാണിത്. സോ ഇനി നമുക്ക് ആൾട്രോസിൻ്റെ സെക്കൻഡ് റോ അഥവാ ബാക്കിലെ യാത്ര എങ്ങനെയുണ്ടെന്നാണ് നോക്കേണ്ടത്, ബാക്കിലെ സ്പേസും കാര്യങ്ങളും. സോ ഈ വാഹനത്തിൻ്റെ ബാക്കിലേക്ക് കയറുമ്പോൾ ആദ്യം പറയേണ്ടത് ഈ വാഹനത്തിൻ്റെ ബാക്കിലെ ഡോർ ക്യാവിറ്റി താരതമ്യേന കുറച്ച് ചെറുതാണ്. പക്ഷേ എന്നാൽ അത് കയറുന്നതിലും ഇറങ്ങുന്നതിലും ഒരു ബുദ്ധിമുട്ടായി നിൽക്കുന്നില്ല. അതിന് കാരണം ഈ ഒരു വൈഡ് ഓപ്പണിംഗ് ആയിട്ടുള്ള 90 ഡിഗ്രി ഓപ്പണിംഗ് ആയിട്ടുള്ള ഡോറുകളാണ്. ഈ ഒരു ഡോറിൽ ഇത്രയും മലർക്കെ തുറക്കാവുന്നതുകൊണ്ട് തന്നെ വളരെ അനായാസമായി അകത്തേക്ക് കയറാനാവും. ഇനി സ്പേസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സീറ്റുകൾക്ക് തൈ സപ്പോർട്ട് അല്പം കൂടി ആകുമായിരുന്നു. എന്നാൽ ഹെഡ് റൂമും ലെഗ് റൂമും ഒക്കെ ആവശ്യത്തിന് ഉണ്ട് എന്ന് തന്നെ പറയാം. 6 അടി പൊക്കക്കാർക്കും തിരക്കേടില്ലാത്ത ഹെഡ് റൂം ലഭിക്കുന്നുണ്ട്. സോ അത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ പിൻ സീറ്റിലെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വെച്ചാൽ. ആൾട്രോസിൻ്റെ പിന്നിലെ യാത്രയെപ്പറ്റി പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യം, ഈ ഒരു വാഹനത്തിൻ്റെ പിൻ സീറ്റിൽ ഇരിക്കുന്നത് അല്പം നിവർന്നിരിക്കേണ്ട ഒരവസ്ഥയാണുള്ളത് എന്നുള്ളതാണ്. അതായത് ഈ ഒരു സീറ്റിൻ്റെ ആംഗിൾ അല്പം വെർട്ടിക്കലാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നിവർന്നിരിക്കേണ്ട ഒരവസ്ഥയാണ് പിന്നിലുള്ളത്. പിന്നെ ഇതുപോലെ 2 പേർക്ക് സുഖമായിരിക്കാം, എന്നാൽ 3 പേർക്ക് വേണമെങ്കിലും ഇരിക്കാം. അങ്ങനെ ഒരു അവസ്ഥയാണ്
ഈ ഒരു ബാക്ക് സീറ്റിനുള്ളത്. എന്തായാലും മൂന്നാമതൊരാൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഈ ഒരു നടുവിലെ സെൻട്രൽ ടണൽ ഇല്ല എന്ന് തന്നെ പറയാം ആൾട്രോസിൽ. ആൾട്രോസ് ഉണ്ടാക്കിയിരിക്കുന്നത് ആൽഫ ആർക്കിടെക്ചറിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ ഈ ആൽഫ ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു സെൻട്രൽ ടണൽ വളരെ പതിഞ്ഞതായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ടണൽ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് കാല് വെക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ ആൽഫ ആർക്കിടെക്ചറിലുള്ള ഒരു വാഹനത്തിലും ഉണ്ടാവുകയില്ല. സോ ഇനി മൂന്നാമത്തെ യാത്രക്കാരൻ ഇല്ല എന്നിരിക്കട്ടെ, അപ്പോൾ രണ്ടുപേരാണ് ബാക്കിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ അവർക്ക് വളരെ സുഖപ്രദമായി ഇരിക്കാൻ പറ്റുന്ന തരം ഒരു വലിയ ഹാൻഡ് റെസ്റ്റ് ബാക്കിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നിലെ രണ്ട് സീറ്റുകൾക്കും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും വളരെ സുഖപ്രദമായിട്ടുള്ള ഒരു യാത്ര സമ്മാനിക്കുന്നതിൽ വിജയിക്കുന്നുമുണ്ട്. ഇനി ബാക്കിലിരിക്കുന്നവരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ 2 ഇൻഡിവിജ്വൽ എയർ വെൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ വളരെ സൗകര്യപ്രദമായ സുഖപ്രദമായ ഒരു യാത്ര ആൾട്രോസിൻ്റെ ബാക്കിൽ കിട്ടുമെന്നുള്ളത് വ്യക്തമാണ്. ഇനി നമ്മൾ ആൾട്രോസിൻ്റെ ഡ്രൈവിലേക്ക് കിടക്കുകയാണ്. പക്ഷേ അതിനു മുമ്പ് ഈ വാഹനത്തിൻ്റെ ആകെ എർഗണോമിക്സ് അല്ലെങ്കിൽ ഡ്രൈവറിന് ഇരിക്കുന്നതും അയാളുടെ പൊസിഷനും കാര്യങ്ങളും അതിനൊക്കെ പറ്റിയൊക്കെ കുറച്ച് പറയണമെന്നുണ്ട്. സോ അത് നമുക്ക് ആൾട്രോസിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് പൊസിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കത് കണ്ടെത്താനാവും. ഇത് ഒരു ടിൽറ്റ് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് മാത്രമാണ്. ഇതിന് റേക്ക് അല്ലെങ്കിൽ ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, റീച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ അത് മാത്രം ഒരു നെഗറ്റീവായി പറയാം. പക്ഷേ എങ്കിലും മിക്ക സാഹചര്യങ്ങളിലും ഈ ഒരു ഇതിൻ്റെ റീച്ച് നമുക്ക് അത്യാവശ്യം കൺവീനിയൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സോ അങ്ങനെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സീറ്റും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് പൊസിഷനിലേക്ക് വളരെ വേഗം നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യം ഈ ഒരു ഗിയർ ലിവറിൻ്റെ ഹൈറ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതല്പം ഹൈറ്റ് കൂടുതലുള്ള ഒരു ഗിയർ ലിവറാണ്. അല്ലെങ്കിൽ സാധാരണ ഈ ഭാഗത്തിലെ മറ്റ് വാഹനങ്ങളിൽ കണ്ടുവരുന്നതിനേക്കാൾ ഒരു അല്പം ഹൈറ്റ് കൂടുതൽ തോന്നിക്കുന്നുണ്ട് ഈ ഒരു ഗിയർ ലിവറിന്. എന്തായാലും അതെനിക്ക് പേഴ്സണലി ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും തോന്നിയ ഒരു കാര്യമാണ്. സോ ഇത്രയൊക്കെയുള്ളൂ ഇതിൻ്റെ ഒരു ആകെ ഡ്രൈവിംഗ് എർഗണോമിക്സിനെ പറ്റി പറയാനായിട്ട്. സോ നമുക്കിനി ആൾട്രോസിൻ്റെ ആക്ച്വൽ ഡ്രൈവിലേക്ക് കിടക്കാം. ഈ വാഹനത്തിന് 2 ഡ്രൈവിംഗ് മോഡുകളുണ്ട്, സിറ്റിയും എക്കോയും. എക്കോ നാച്ചുറലി ഒരു കുറച്ച് സ്ലഗിഷ് ആയിട്ടുള്ള എക്കണോമി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോഡാണ്. സോ നമുക്ക് സിറ്റിയിലിട്ടിട്ട് നോക്കാം. Economy. City drive mode activated. AC off. $1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുമുള്ള ഈ ഒരു വാഹനം ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? സോ പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ ഇതൊരു പഞ്ചി ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. അതായത് ഒരു 2000 RPM തൊട്ടാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ ടോർക്ക് നമുക്ക് ലഭിക്കുന്നത്. 2000 RPM താഴെ അല്പം സ്ലഗിഷ് ആയിട്ട് തോന്നുന്നത്. അതായത് കുറച്ച് ടർബോ ലാഗ് ഉണ്ട് 2000 RPM വരെ. 2000 RPM ടർബോ സ്പൂളപ്പ് ആയി കഴിഞ്ഞാൽ ഒരു 3000-3100 RPM റേഞ്ച് വരെ വളരെ ശക്തിയായിട്ടുള്ള ഒരു ടോർക്ക് ഫ്ലോ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അനായാസവും എന്താ പറയുക ആവേശകരമായി നമുക്ക് വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ആ ഒരു ബാൻഡിൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ 3000 RPM മേളിൽ കയറുമ്പോൾ ഈ ഒരു കിട്ടുന്ന ടോർക്കിൻ്റെ അളവ് കുറഞ്ഞു വരികയും കുറച്ചുകൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ ഒരു ടോർക്ക് കർവ് ഫ്ലാറ്റ് ആകുകയും ചെയ്യും. നമുക്ക് അതായത് കൂടുതൽ ടോർക്ക് ലഭിക്കാതെ ആവുകയും ചെയ്യും. സോ ഈ ഒരു 2000-3000 RPM ആണ് ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ടായിട്ട് പറയാവുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് ഈ എഞ്ചിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് ലെവലുകൾ നോക്കുകയാണെങ്കിൽ കുറച്ചൊരു നോയ്സിയാണ്. അതുപോലെ തന്നെ കുറച്ചൊരു വൈബ്രേഷനും ഉണ്ട് ഈ ഒരു എഞ്ചിന്. ഈ ഒരു റിഫൈൻമെൻറ്റിൻ്റെ ഇഷ്യൂ നമുക്ക് ഏറ്റവും അധികം മനസ്സിലാകുക കൂടുതൽ RPMകളിലേക്ക് റിവ്യൂ ചെയ്യുമ്പോഴായിരിക്കും. അതായത് മേ ബി ഒരു 3000-3500 RPM മുകളിലേക്ക് റിവ്യൂ ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു റിഫൈൻമെൻറ്റ് ഇഷ്യൂ പ്രധാനമായിട്ടും അനുഭവപ്പെടുക. ടിയാഗോ അടക്കം പല ടാറ്റ മോഡലുകളിലും കണ്ട പോലെ ആൾട്രോസിലും ഒരു ഡ്രൈവ് മോഡ് സെലക്ഷൻ സംവിധാനമുണ്ട്. അതായത് ഈക്കോ സിറ്റി എന്നിങ്ങനെ 2 ഡ്രൈവ് മോഡുകളുണ്ട് ഡീസൽ ആൾട്രോസിന്. എന്നാൽ പെട്രോൾ മോഡലിൽ ഒരു സ്പോർട്ട് മോഡ് കൂടി അധികമായിട്ടുണ്ട്.
എന്തായാലും ഈ ഡീസൽ അൾട്രോസിലെ മോഡലുകളെ പറ്റി പറയുമ്പോൾ ഈ ഈക്കോ എന്ന് പറഞ്ഞാൽ ഒരു ഇക്കണോമി ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മോഡാണ്. ഇതിൽ ത്രോട്ടിൽ റെസ്പോൺസുകൾ കുറെ കൂടി സ്ലഗിഷ് ആവുകയും നമ്മൾ കുറെ കൂടി ഒരു ഇക്കണോമിക് ആയിട്ട് വണ്ടി ഓടിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. എന്നാൽ സിറ്റി ഡ്രൈവ് മോഡാണ് കുറച്ചുകൂടി പഞ്ചി ആയിട്ടുള്ളൊരു പെർഫോമൻസ് നൽകുന്നത്. ഹാൻഡ്ലിങ്ങിനെ പറ്റി പറയുമ്പോൾ വളരെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഫീൽ തരുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് ആണ് ഈ വാഹനത്തിനുള്ളത്. സിറ്റിയിലെ പോലുള്ള ചെറിയ സ്പീഡുകളിലും മറ്റും വളരെ ലൈറ്റായിട്ട് തോന്നുന്നുണ്ട് അൾട്രോസിൻ്റെ സ്റ്റിയറിംഗ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ വാഹനത്തെ കൊണ്ടുനടക്കുക എന്നുള്ളത് ആയാസരഹിതമാണ്. എന്നാൽ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സ്റ്റിയറിങ്ങിന് ഡീസൻ്റ് ആയിട്ട് വെയിറ്റ് വെച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഫീല് കിട്ടുന്നുണ്ട് അതിൽ വലിയ വേഗതകൾ പോകുമ്പോൾ. ഇപ്പോൾ കോർണറിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ വലിയ സ്പീഡിൽ പോകുമ്പോഴുള്ള ലൈൻ ചേഞ്ച് പോലുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ വളരെ കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്റ്റിയറിങ്ങിൻ്റെ വെയിറ്റും മറ്റും ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡുമായിട്ട് കുറച്ചുകൂടി കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ആൾട്രോസിൻ്റെ ഗിയർ ബോക്സിനെ പറ്റി പറയുമ്പോൾ ഒരു 5 സ്പീഡ് ട്രാൻസ്മിഷൻ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഷിഫ്റ്റുകൾ വളരെ സ്ലിക്കാണ്, അതുപോലെ തന്നെ പ്രിസൈസ് ആണ്. എന്നാൽ ഇത് ഒരു എന്തൂസിയാസ്റ്റിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടി ബെറ്റർ കുറച്ച് സമാധാനപരമായി ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോഴായിരിക്കും ആ ഒരു ഗിയർ ബോക്സിൻ്റെ വർക്കിങ്ങിന് അത് കൂടുതൽ സ്യൂട്ടാകുക. സോ ഇത്രയൊക്കെയാണുള്ളത്. പിന്നെ ക്ലച്ച് അത്യാവശ്യം ലൈറ്റ് ആയതുകൊണ്ട് വളരെ അനായാസമായി ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമാണ് ആൾട്രോസിനുള്ളത്. ഈ വാഹനത്തിൻ്റെ പെട്രോളിലാവട്ടെ ഡീസലിലാവട്ടെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ല എന്നുള്ളത് വളരെ വലിയൊരു പോരായ്മയായി തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഈ വാഹനത്തിൻ്റെ കോമ്പറ്റീറ്റേഴ്സിൽ പലർക്കും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് ഉണ്ട്. സോ അത് വലിയൊരു പോരായ്മയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു എൻജിൻ വന്നിരിക്കുന്നത് നെക്സോണിൽ നിന്നാണ്. നെക്സോണിൽ ഡീസൽ എഞ്ചിൻ്റെ കൂടെ ഒരു AMG ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ടാറ്റ നൽകുന്നുണ്ട്. എന്നാൽ ആ ഒരു ഗിയർ ബോക്സ് പോലും ആൾട്രോസിന് ലഭിച്ചിട്ടില്ല. സോ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സമീപഭാവിയിൽ തന്നെ ആൾട്രോസിൽ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരും എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു ആൾട്രോസിൻ്റെ പെട്രോൾ എൻജിൻ മോഡലിനെ പറ്റിയാണ്. 85 HP പവറുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ് ആൾട്രോസിനുള്ളത്. സോ അത് കുറച്ച് കാലം മുമ്പ് ഞാൻ കുറച്ച് ഒരു മേ ബി ഒരു 10-15 കിലോമീറ്ററോളം ഞാൻ ഓടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പെട്രോൾ എഞ്ചിന് തീരെ പഞ്ചിയല്ല എന്ന് പറയേണ്ടി വരും. കാരണം തീരെ ഒരു പവർ ഇല്ലായ്മ അനുഭവപ്പെടുന്ന ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിൻ്റെ പെട്രോൾ എഞ്ചിൻ. സോ അതൊരു 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്. സോ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ അണ്ടർ പവേർഡ് ആണെന്ന് നന്നായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ അണ്ടർ പവേർഡ് ആയ പെട്രോൾ എഞ്ചിന് പകരമായി എന്നല്ല, അതിൻ്റെ കൂടെ തന്നെ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ കൂടി ടാറ്റ മോട്ടോഴ്സ് കൊണ്ടുവരാൻ പോകുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. സോ അത് സമീപഭാവിയിൽ തന്നെ ആ വാഹനം ലോഞ്ച് ആവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം പലയിടത്തും ആ വാഹനത്തിൻ്റെ ടെസ്റ്റ് ന്യൂളുകൾ കണ്ണിൽപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ആ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ്റെ കൂടെ ഒരു DCT ഗിയർ ബോക്സും ടാറ്റ കൊണ്ടുവന്നേക്കാം. സോ അങ്ങനെയാണെങ്കിൽ സമീപഭാവിയിൽ 2 ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് ആൾട്രോസിന് കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്ന് ഒരു AMT ട്രാൻസ്മിഷൻ ഫോർ ഡീസൽ ആൻഡ് ടർബോ പെട്രോളിൻ്റെ കൂടെ ഒരു DCT ട്രാൻസ്മിഷൻ. സോ അത് വന്നേക്കാം. എന്തായാലും അതേക്കുറിച്ച് കൂടുതൽ തൽക്കാലം അറിവില്ല. സോ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ പറ്റി പറയുമ്പോൾ മുന്നിൽ ഡിസ്കും പിന്നിൽ ഡ്രമ്മും ആണ് ഇതിന് ബ്രേക്കുകളായിട്ടുള്ളത്. നല്ല സ്റ്റോപ്പിംഗ് പവറും അത്യാവശ്യം നല്ല ബൈറ്റും ഉണ്ട് ഈ ഒരു ബ്രേക്കുകൾക്ക്. എന്തായാലും വലിയ സ്പീഡുകളിൽ നിന്നുള്ള ഡിസിലറേഷൻ അഥവാ സ്റ്റോപ്പിംഗ് ഒക്കെ വളരെ കാര്യക്ഷമമായിട്ട് തന്നെ സംഭവിക്കുന്നുണ്ട്. നമുക്ക് യാതൊരു വിധമുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയും തോന്നുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയേണ്ടത് ഇതിൻ്റെ ടയറിൻ്റെ ഗ്രിപ്പാണ്. നല്ല ഗ്രിപ്പുള്ള ടയറുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർണേഴ്സിലൊക്കെ വളരെയധികം ആത്മവിശ്വാസം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി പറയേണ്ടത് ഇതിൻ്റെ റൈഡ് ക്വാളിറ്റിയാണ്. ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് എന്ന് പറയുന്നത് വളരെ കാര്യക്ഷമമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവബിലിറ്റിയിലും റൈഡ് ക്വാളിറ്റിയും തമ്മിൽ നല്ലൊരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യാൻ ടാറ്റയ്ക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ പുറകിലിരിക്കുന്ന ആളുകളാണെങ്കിലും തന്നെ വളരെ നന്നായിട്ട് ഡാംഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവാണ് അല്ലെങ്കിൽ റൈഡാണ് കിട്ടുന്നത്. അതായത് ഒരുമാതിരിപ്പെട്ട ബാഡ് പാച്ചസ് അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, അതുപോലെ തന്നെ ചെറിയ കുഴി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് ക്ലീനായിട്ട് ഡാമ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു സസ്പെൻഷൻ. അതുകൊണ്ട് തന്നെ സുഖപ്രദമായ ഒരു ഡ്രൈവ് അല്ലെങ്കിൽ റൈഡ് സമ്മാനിക്കാൻ ഇതിന് സാധിക്കുന്നുണ്ട്. സ്പീഡ് എടുക്കുക എന്നുള്ളത് ആൾട്രോസിന് ഒരു വിഷയമേ അല്ല. അങ്ങനെ ഞാൻ പറയാൻ കാരണം ഇതിൻ്റെ ഈ ഒരു ഷാസിയുടെ പ്രത്യേകതയും അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ ആ ഒരു ട്യൂണിങ്ങും ഒക്കെ കൊണ്ടാണ്. കാരണം വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള പ്ലാനഡ് ആയിട്ടുള്ളൊരു റൈഡാണ് ഈ വലിയ സ്പീഡിൽ, അതായത് ഒരു 10, 100, 120 കിലോമീറ്ററിനൊക്കെ മേളിൽ പോകുമ്പോഴും നമുക്ക് ലഭിക്കുന്നത്.
അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ ഒരു ഡീസൽ വാഹനത്തിന് ആ ഡീസൽ എഞ്ചിൻ്റെ വെയിറ്റ് കൂടുതലും കൂടി ഉള്ളെന്നുള്ളതും കൂടി ഈ ഒരു സ്റ്റെബിലിറ്റിക്ക് ഒരു റീസൺ ആയിട്ട് പറയാം. സോ എന്തായാലും വളരെ പ്ലാനഡ് ആയിട്ടുള്ള വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രൈവും വളരെ പ്ലാനഡ് ആയിട്ടുള്ള റൈഡുമാണ് ഈ ഒരു വാഹനത്തിൽ നിന്ന് കിട്ടുന്നത്. സോ ഇനി പറയേണ്ടത് ആൾട്രോസിൻ്റെ മൈലേജിനെ പറ്റിയാണ്. സോ കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് ഞാൻ ഏതാണ്ട് 600 കിലോമീറ്ററിനടുത്ത് 500 കിലോമീറ്റർ മേൽ ഈ വാഹനം ഓടിക്കേണ്ടത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ മൈലേജ് എന്ന് പറഞ്ഞാൽ 18 കിലോമീറ്ററാണ് ലിറ്ററിന്. ഇതിനിടയ്ക്ക് ഞങ്ങൾ പലതരം സാഹചര്യങ്ങളിലൂടെ പലതരം ഡ്രൈവർ ബിഹേവിയർ വെച്ചിട്ട് ഈ വാഹനത്തെ ഓടിക്കുകയുണ്ടായി. ഞങ്ങൾ ഘാട്ട് റോഡ്സ്, അതായത് മലമ്പ്രദേശങ്ങളിൽ കൂടെ ഓടിച്ചു, നിരപ്പായ സ്ഥലങ്ങളിലൂടെ ഓടിച്ചു, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ ഓടിക്കും. അപ്പോൾ ഇതിനൊക്കെ ഇടയ്ക്ക് കിട്ടിയ ഏറ്റവും കുറഞ്ഞ മൈലേജ് എന്ന് പറഞ്ഞാൽ 12.8 കിലോമീറ്ററോളമാണ്. അപ്പോൾ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ 14-15 കിലോമീറ്റർ കിട്ടും എന്ന് തന്നെയാണ് പറയാവുന്നത്. ആൾട്രോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ സേഫ്റ്റിയാണ്. ഗ്ലോബൽ എൻക്യാപ് നടത്തിയ ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് നേടിയ വാഹനമാണ് ആൾട്രോസ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ ഒട്ടനവധി സുരക്ഷാ സംവിധാനങ്ങൾ സ്റ്റാൻഡേർഡായി ലഭിക്കുന്നുണ്ട്. ABS, EBD, CSC അഥവാ കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ, ഡ്യുവൽ എയർ ബാഗുകൾ എന്നിവയൊക്കെ ഈ വാഹനത്തിൽ സ്റ്റാൻഡേർഡാണ്. അതുകൂടാതെ ഐസോഫിക്സ് സ്റ്റൈൽ സീറ്റ് മൗണ്ടുകൾ പോലുള്ള കാര്യങ്ങൾ വേറെയുമുണ്ട്. ഇതിനൊക്കെ പുറമെ ഈ ഒരു ആൽഫ ആർക്കിടെക്ചറിൻ്റെ സ്ട്രക്ചറൽ റിജിഡിറ്റി പകരം വയ്ക്കാനാവാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം അത്യന്തം സുരക്ഷിതമായ ഒരു വാഹനമായിട്ട് മാറുന്നുണ്ട്. സോ അങ്ങനെ സുരക്ഷയുടെ കാര്യത്തിലും ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് തന്നെയാണ് ആൾട്രോസ്. സോ ആൾട്രോസിൻ്റെ ഫസ്റ്റ് ഡ്രൈവ് ഇംപ്രഷൻസ് ഇതൊക്കെയാണ്. പിന്നെ ഈ കഴിഞ്ഞ ഏതാനും ദിവസം ഈ വാഹനവുമായി ജീവിക്കേണ്ടി വന്നപ്പോൾ അനുഭവപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഈ വാഹനത്തിനൊരു വലിയ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടെന്നുള്ളതാണ്. ഈ ഒരു ഡിസൈനിൻ്റെ പ്രത്യേകതയാണത്. ഇത്രയും ഭാഗത്ത് വലിയൊരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. ഞങ്ങൾക്കത് ഏറ്റവും നന്നായി മനസ്സിലായത്, ഏറ്റവും വഷളായ സിറ്റുവേഷൻസിൽ മനസ്സിലായത് ഘാട്ട് റോഡ്സിലൂടെ ഓടിച്ചപ്പോഴാണ്, അതായത് മലമ്പ്രദേശങ്ങളിലൂടെ ഓടിച്ചപ്പോഴായിരുന്നു. സോ ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്, പക്ഷേ എങ്കിൽ കൂടിയും മിക്ക സന്ദർഭങ്ങളിലും വലിയ രീതിയിൽ തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് അവിടെ കിട്ടുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ റീഡബിലിറ്റിയാണ്. പ്രത്യേകിച്ച് ആ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ അനലോഗ് യൂണിറ്റിന് വലിയ തിരക്കേടില്ലാത്ത റീഡബിലിറ്റി ഉണ്ട്. പക്ഷേ ആ ഡിജിറ്റൽ സ്ക്രീനിൽ കുറച്ച് ക്ലട്ടേർഡ് ആയിട്ടുള്ള ഫീലിംഗ് കിട്ടുന്നത്, അതായത് എല്ലാം കൂടി ഒരുമിച്ച് കൂടിക്കൊഴിഞ്ഞ് കിടക്കുന്ന പോലെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടാതെ വരിക, അങ്ങനെയുള്ള ഒരു അതായത് ഒറ്റ നോട്ടത്തിൽ അവിടേക്ക് എത്താൻ പറ്റാതെ വരിക, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും പ്രാക്ടിക്കൽ ബേസിസിൽ നോക്കുമ്പോൾ ഈ വാഹനത്തിൽ നിന്നും അനുഭവപ്പെടുകയുണ്ടായി. സോ ആ ഒരു ക്ലസ്റ്ററിൻ്റെ കുറച്ച് റീഡബിലിറ്റി ഇഷ്യൂസ് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ ഈ വാഹനവുമായി ഒത്തിരി ദൂരം ഡ്രൈവ് ചെയ്യേണ്ടി വന്നപ്പോൾ അനുഭവപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 37 ലിറ്റർ മാത്രമാണ്. ഈ ഒരു വിഭാഗത്തിൽ വെച്ച് നോക്കുമ്പോൾ അത് അല്പം കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂട്ട് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ടൂറിങ്ങിൻ്റെ ഒരു ആസ്പെക്റ്റ് എടുത്ത് നോക്കുമ്പോൾ അത് ചില സന്ദർഭങ്ങളിൽ അല്പം ബുദ്ധിമുട്ടായേക്കാം. സോ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കല്ലുകടിയായി തോന്നിയത്. ഇവ ഒഴിച്ചു നിർത്തിയാൽ വളരെ പ്രാക്ടിക്കലായ, വളരെ കൺവീനിയൻ്റായ, വളരെ പവർഫുള്ളായ, ലിവബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ആൾട്രോസ് എന്ന് പറയാം. ഡിസൈൻ, സേഫ്റ്റി, ഡ്രൈവിംഗ് ഡൈനാമിക്സ്, കസ്റ്റമർ ഡിലൈറ്റ് എന്നിവയിലെല്ലാം ഗോൾഡ് സ്റ്റാൻഡേർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ആൾട്രോസ് എന്ന ഈ വാഹനം. 5.29 ലാക്സിലാണ് ആൾട്രോസിന്റെ വില ആരംഭിക്കുന്നത്. നമ്മളിന്ന് ഓടിച്ച XZ ഡീസൽ ഓപ്ഷന് 9.29 ലാക്സ് ആണ് കൊച്ചിയിലെ എക്സ്ഷോറൂം വില. സോ ഈ വിഭാഗത്തിൽ നിന്നും ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് ആൾട്രോസ്. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ അമർത്തുക. അടുത്ത ഒരു വാഹനത്തിന് വിശേഷമായി ഉടൻ തന്നെ കാണാം. അതുവരേക്കും ഡ്രൈവ് സേഫ് ആൻഡ് സ്റ്റേ സേഫ്. ഗുഡ് ബൈ.